നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ കൊല്ലം സ്വദേശി നബീൽ നസീറിന് സ്നേഹാദരവ് നൽകി. കൊച്ചി സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് വകുപ്പിൽ ജപ്പാൻ ഇന്ത്യ സംയുക്ത ഗവേഷണ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് വകുപ്പിലെ പഞ്ചവത്സര MSc 4ാം വർഷ വിദ്യാർത്ഥിയായ കൊല്ലം സ്വദേശി നബീൽ നസീറിന് നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം സ്നേഹാദരവ് നൽകി. ശനിയാഴ്ച ഉച്ചയ്ക്ക് സ്നേഹാലയം വികസന സമിതി ചെയർമാൻ ശ്രീ സുരേഷ് സിദ്ധാർത്ഥയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വെച്ച് കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ SR അരുൺ ബാബു സ്നേഹാദരവ് നൽകി. നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ SR അരുൺ ബാബു, ഒപ്പം നമ്മുടെ ഗ്രാമത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള ശ്രീ വേണുഗോപാല്, അതുപോലെ വൈശേഖൻ, എല്ലാവരും പോയെല്ലാം മുഖ്യ പ്രഭാഷണം നടത്തുന്ന നെടുമ്പന ഗ്രാമപഞ്ചായത്ത് അംഗം PT റോയി, അതുപോലെ തന്നെ വേണുസാവ്, പിന്നെ PRO ഷിബു റാവുത്തർ, അനിൽകുമാർ സാർ അടക്കമുള്ള ഏറെ പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. കാരണം ഗാന്ധി ഭവൻ എന്ന് പറയുന്ന ലോകത്താകമാനം മനുഷ്യത്വത്തിന്റെ നന്മയുടെ ഒരു പ്രതീകമായി, ഒരു പര്യായമായി മാറിയ ഈ സ്ഥാപനത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നത് തന്നെ ഒരു യുവ പ്രതിഭയാണ് ഇന്നിവിടെ ആദരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു നമ്മുടെ കൊല്ലത്തിന്റെ തന്നെ അഭിമാനമായിട്ടുള്ള നബീൽ നസീറിനെ ഇവിടെ ആദരിക്കുന്നു. ഇളവ ബഷീർ സാറിനെ കുറിച്ചൊക്കെ ഇവിടെ സുരേഷ് സാർ പറയുന്നു. ഞാൻ SM കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. എൻ്റെ കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് മിക്ക പരിപാടി സമയത്തും ദൈവത്തിൻ്റെ പരിപാടി ഉണ്ടാകുമായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനം കൂടിയായ പാട്ടുകാരനായ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മുടെ നാടിന് വീണ്ടും ഒരു പ്രതീക്ഷ നൽകുന്ന പേരായി നബീൽ നസീർ മാറുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗുണദോഷ വശങ്ങളെ കുറിച്ചല്ല നമ്മുടെ നാട് സംസാരിക്കുന്നത്. അപ്പൊ AI സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ AI ദൂഷ്യവശങ്ങളെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത ഏതാണ്? സാധ്യതകൾക്കൊപ്പം അതിന്റെ നമ്മൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ എപ്പോഴും ഏത് കാര്യം ഉണ്ടായാലും അതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങളെ കുറിച്ച് എപ്പോഴും അതിനൊപ്പം സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പൊ മൊബൈൽ ടവർ വന്ന കാലം, മൊബൈൽ ടവർ എതിർപ്പുകൾ അച്ഛനമ്മമാരെ, ആദ്യം തന്നെ ഇതുപോലൊരു മഹത്തായ വേദിയിൽ വെച്ച് ഇങ്ങനൊരു സമ്മാനം അല്ലെങ്കിൽ ഒരു സ്നേഹം, നിങ്ങളൊക്കെ സ്നേഹം നൽകിയത്, അതും ശാസ്ത്ര മേഖലയിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് ഇങ്ങനൊരു ഉപകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ എനിക്കുണ്ടായ എക്സ്പീരിയൻസും ഒട്ടും മറക്കാൻ പറ്റാത്തതാണ്. നിങ്ങളൊക്കെ തന്ന സ്നേഹം, ഐശ്വര്യ മാം പറഞ്ഞു തന്ന ആ ഗൈഡൻസും കാര്യങ്ങളൊക്കെ എന്നെ വല്ലാണ്ട് എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ലൈഫ്. ഇപ്പം സാർ AI പറ്റിയും AI ഉണ്ടാക്കാൻ പോകുന്ന ജോലി സാധ്യതകൾ നഷ്ടപ്പെടുത്തുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ തീർച്ചയായിട്ടും ഇല്ല. AI ജോലി സാധ്യതകൾ നഷ്ടപ്പെടുത്തുന്നതിനൊപ്പം തന്നെ പല സാധ്യതകൾ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ആ സാധ്യതകൾ എന്തെന്ന് കണ്ടെത്തുവാനും ആ സാധ്യതകളെ മെച്ചപ്പെടുത്താനും വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള ഗവേഷണങ്ങൾ വിളിക്കുന്നത്. അപ്പം ഇത്തരം ഗവേഷണ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് ഇങ്ങനൊരു പ്രചോദനം കൊടുക്കുന്നതിലൂടെ കൂടുതൽ കുട്ടികൾ അങ്ങോട്ട് കടന്നു വരികയും ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഉണ്ടാവുകയും AI മുഖാന്തരം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഡിക്കൽ ഡൊമൈനിലാണ്. അപ്പം മെഡിക്കൽ ഡൊമൈനിൽ ഇപ്പം ഉള്ള ടെക്നീക്സിൽ നിന്ന് നമ്മൾ AI ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിനെ മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിക്കാം എന്നുള്ളൊരു സംഗതിയാണ് അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് വളരെ ഉപകാരപ്പെട്ട ഒന്ന് തന്നെയാണ്. ഒരിക്കലും അതൊരു ഗുണമല്ല, അതൊരു മെയിനാണ്. എല്ലാവരിലേക്കും, അതായത് നിങ്ങളിലേക്ക് ഇപ്പൊ യുവതലമുറ മാത്രമല്ല, തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യൂസ് വരണം. അത് നമ്മളുടെ നിത്യജീവിതത്തിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം നമ്മൾ പഠിക്കണം.
അതിനുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് ഇവർക്കായി വെക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഇങ്ങനൊരു പുരസ്കാരം എനിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. നെടുമ്പന ഗ്രാമപഞ്ചായത്ത് അംഗം PT റോയ് മുഖ്യപ്രഭാഷണം നടത്തി. നെടുമ്പന ഗ്രാമപഞ്ചായത്ത് അംഗം M വേണുഗോപാൽ, സ്നേഹാലയം വികസന സമിതി സെക്രട്ടറി S അനിൽകുമാർ, ഐശ്വര്യ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം PRO ഷിബു റാവുത്തർ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൊട്ടിയം.